കഴിയും. അതൊരു സിംഗുലർ ഫോമിലല്ല പറയുന്നത്, അത് പ്ലൂറൽ ഫോമിലാണ് പറയുന്നത്. മത്തായി സുവിശേഷം 21 അതിന്റെ 27 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 21 27 24 വാക്യത്തിൽ യേശു പറയുന്ന ഒരു ഭാഗമുണ്ട്. 23 തുടങ്ങി, അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? 24 വാക്യത്തിൽ യേശു പറയുകയാണ്, എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണമോ എന്ന് ചോദിക്കുന്നു. വീണ്ടും 27 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ യേശു ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, വിവിധങ്ങളായ അധികാരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഡൈവേഴ്സ് അതോറിറ്റീസ് എന്ന് നാം കടന്നു വരുമ്പോൾ, ഡൈവേഴ്സ് അതോറിറ്റീസിലേക്ക് നാം കയറുന്നതിന് മുമ്പേ, വാട്ട് ഈസ് അതോറിറ്റി? എന്താണ് അധികാരം എന്ന് പറഞ്ഞാൽ? എന്റെ സഹോദരങ്ങളെ, അധികാരം എന്ന് പറഞ്ഞാൽ സിംഹാസനമോ ചെങ്കോലോ അത് മാത്രമല്ല അധികാരം. ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതായ ഒരു അധികാരമുണ്ട്. റോമാലേഖനം 9 21 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 9 21 വാക്യത്തിൽ ഒരധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 9 21, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. വാട്ട് ഈസ് ദിസ് അതോറിറ്റി? മണ്ണിന്മേൽ ഒരു അതോറിറ്റി, ഫ്രീഡം ടു ഡു ഓർ ഫ്രീഡം ടു ഡിസൈഡ്. തനിക്ക് ആ മണ്ണിനെ എന്താക്കി തീർക്കണം എന്ന് തനിക്കുള്ള ഒരു അധികാരം. എൻ്റെ മുടി എനിക്ക് എങ്ങനെ വെട്ടണം, ഞാൻ ഏത് ഉടുപ്പിടണം, ഞാൻ എങ്ങനെ ഷേവ് ചെയ്യണം, അത് എൻ്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് പറയുന്ന പേർ അധികാരം എന്നുള്ളതാണ്. ഉത്തര കൊറിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ മുടി വെട്ടുവാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരു കാരാഗ്രഹത്തിൽ നാം ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുവാൻ കഴിയത്തില്ല. ഒരു കാരാഗ്രഹത്തിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിപ്പാനോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യുവാനോ കഴിയുകയില്ല. അപ്പം ഫ്രീഡം ടു ഡു ഓർ ഡിസൈഡ്, ഇറ്റ് ഈസ് ആൻ അതോറിറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും ഒരു അധികാരമാണ് സ്വതന്ത്രമായി ചിന്തിപ്പാനും സ്വതന്ത്രമായി പ്രവർത്തിപ്പാനും ഉള്ള അധികാരം എന്ന് പറയുന്നത്. ആകയാൽ അതോറിറ്റിയുടെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഫ്രീഡം ടു ഡു ഓർ ഡിസൈഡ്. കളിമണ്ണിന്റെ മേൽ കുശവനൊരു അധികാരമുള്ളതുപോലെ നമുക്ക് ചെയ്യുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യത്തെയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു അധികാരമാണ്. രണ്ടാമത്തെ അധികാരം എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1 അതിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവിക അധികാരത്തിന്റെ മറ്റൊരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1 7 പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല. അപ്പോ അതോറിറ്റി ടു സെറ്റ് ടൈം ആൻഡ് ഡേറ്റ്. നമ്മൾ സ്വന്തമായ ഒരു വാഹനത്തിൽ ഒരിടത്ത് യാത്ര പോവുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇറങ്ങാം. പക്ഷെ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് രാത്രി വേണോ രാവിലെ വേണമോ എന്ന് തീരുമാനിക്കാം. പക്ഷെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് മുമ്പേ നമ്മൾ എയർപോർട്ടിൽ എത്തണം, നമ്മൾ എത്ര മണിക്ക് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യണം, നമ്മൾ എത്ര മണിക്ക് ലാൻഡ് ചെയ്യണം, ഇതൊന്നും നമ്മളുടെ അധികാരത്തിലുള്ളതല്ല. അഗൈൻ ടൈം സെറ്റിംഗ് അതൊരു അതോറിറ്റിയാണ്. ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് നമ്മൾ എഴുന്നേക്കേണ്ടതാണ്, 5 മണിക്ക് എഴുന്നേക്കണം. വീട്ടിലാണെങ്കിൽ നമുക്ക് 5:30 എഴുന്നേക്കാം, അല്ലെ 4:30 എഴുന്നേക്കാം. ഇപ്പോൾ ഒരു സമയത്തെ പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളും. അപ്പം ടൈം സെറ്റിംഗ് ആൻഡ് ടൈം കീപ്പിംഗ് അതൊരു അതോറിറ്റിയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഏലിയ വീഴ്ച ഇതിനെ ഉപയോഗിക്കുന്നതിനെ കാണുവാൻ കഴിയും, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. അപ്പൊ ഏലിയ ഒരു സമയത്തേക്ക് ഇത് ചെയ്യുകയാണ്. പത്രോസ് മന്ത്രവാദിയുടെ അടുക്കൽ പറയുന്നു, ഒരു സമയത്തേക്ക് നീ കുരുടനായിരിക്കും എന്ന് പറയുകയാണ്.
അപ്പൊ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്കുള്ളതായ ആ സ്വാതന്ത്ര്യം, ടൈം സെറ്റിംഗ്, അതൊരു അതോറിറ്റിയാണ്. കണ്ടോ, ഫ്രീഡം ടു ഡു, ഫ്രീഡം ഇൻ ടൈം, ഇതൊരു അതോറിറ്റിയാണ്. മൂന്നാമതായി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം കൈവശപ്പെടുത്തുക എന്നുള്ളത് ഒരു അധികാരമാണ്. ഒരു സ്ഥാനം എന്നുള്ളത് ഒരു അധികാരമാണ്. ഒരു സ്ഥാനം ഒരു അധികാരമാണ്. ഒരു ഭർത്താവ് എന്നുള്ളത് ഒരു അധികാരമാണ്. ഒരു ഭാര്യ എന്നുള്ളത് ഒരു അധികാരമാണ്. ഒരു മകൻ എന്നുള്ളത് ഒരു അധികാരമാണ്. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ഇവിടെ പറയുന്ന അധികാരം ടു ഒബ്റ്റെയിൻ എ പൊസിഷൻ, ഒരു സ്ഥാനം, ഒരു അധികാരമാണ്. എന്നെ എത്ര സ്നേഹിക്കുന്ന ഒരു വീട്ടിൽ ഞാൻ ചെന്നാൽ, അവർ എന്നെ എത്ര ബഹുമാനിക്കുന്നവരാണെങ്കിലും, ആ വീടിന്റെ ഫ്രണ്ട് റൂമിനകത്തോ ഡൈനിങ് ഹാളിനകത്തോ എനിക്കൊരു ആക്സസ് ഉണ്ട്. പക്ഷേ എനിക്കതിനകത്തേക്ക് കയറാൻ ഒരു പറയാത്തതായ ഒരു അധികാര പരിധിയുണ്ട്. അതേസമയം ആ വീട്ടിലെ കൊച്ചു കുഞ്ഞിന് ആ വീട്ടിൽ എവിടെയും കയറി ഇറങ്ങാൻ കഴിയും. കാരണം അവൻ ആ വീട്ടിലെ മകനാണ്, ഞാൻ ആ വീട്ടിലെ അതിഥിയാണ്. അപ്പം നമുക്ക് നൽകപ്പെടുന്നതായ ഒരു സ്ഥാനം, അതൊരു അധികാരം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കണ്ടോ, ഫ്രീഡം ടു ഡു ഓർ ഡിസൈഡ്, ഫ്രീഡം ടു സെറ്റ് എ ടൈം. 3, നമുക്ക് ലഭിക്കുന്നതായ പൊസിഷൻ, അതൊരു അധികാരമാണ്. 4-മതായി അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ പ്രാപ്തിയുണ്ടെങ്കിൽ ആ പ്രാപ്തി നമുക്ക് ഒരു അധികാരമായി നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം 6 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. അപ്പം an ability to do something, ഇതാണ് അതോറിറ്റിയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ 2 തലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ 2 തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, 2 പരിശുദ്ധാത്മാവിന് അധികാരമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം, യേശു 12 അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പവർ ആൻഡ് അതോറിറ്റി. ഇതെന്താണ് ഈ ശക്തിയും അധികാരവും തമ്മിലുള്ളതായ വ്യത്യാസം? ശക്തിയും അധികാരവും കൊടുത്തു. അതിനെ ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കുക. പവർ is the ability to do something and the authority is the right to do something. Power is the ability to do something and the authority is the right to do something. ഇപ്പോ നമ്മുടെ സൂമില് മാർട്ടിൻ പോൾ എന്ന് പറയുന്ന ഒരു ഡിവൈസിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിലെ ആ മോനെ എനിക്കെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് പോകാനുള്ള എബിലിറ്റി ഉണ്ട്, എനിക്ക് കഴിവുണ്ട്. പക്ഷേ അതിനുള്ള റൈറ്റ് എനിക്കില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ആ മൊബൈൽ ഫോണിനെ എടുത്ത് പോക്കറ്റിൽ ഇടുവാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷെ അതിനെ എടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ ഒരു അധികാരം വേണം. നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ നിന്ന് പാർക്കിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ 10 കാറുകൾ കിടപ്പുണ്ടായിരിക്കും. ആ ഏത് കാറും ഓടിക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ കാറ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ റൈറ്റ് ഉള്ളൂ. That is authority. Power is the ability to do something and the authority is the right to do something. പരിശുദ്ധാത്മാവിനാൽ 2 കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. ഒന്ന്, the ability to do something and the right to do something. ഇന്ന് രാത്രികാലം ഈ അധികാരത്തിന്റെ ആമുഖങ്ങളെ ഞാൻ പറഞ്ഞു വരികയാണ്. അധികാരം എന്നാൽ ഒരു ഫ്രീഡം ടു ഡു സംതിങ്. അധികാരം എന്നാൽ ഒരു സമയത്തെ നിശ്ചയിക്കുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം. 3, അധികാരം എന്നാൽ ഒരു സ്ഥാനമാണ്, മക്കളാകുവാൻ അധികാരം കൊടുത്തു. 4, അധികാരം എന്നാൽ ഒരു കാര്യം ചെയ്യുവാനുള്ള ദ റൈറ്റ്, അതിനുള്ളതായ
ദ റൈറ്റ് ടു ഡു സംതിങ്. ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അധികാരം എന്ന് പറയുന്നത്. ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ടുള്ള അവസ്ഥ. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ മുൻപേ നാം വായിച്ചു, നീ ഏത് അധികാരം കൊണ്ട്, എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം ഡൈവേഴ്സ് അതോറിറ്റീസ്, പലവിധമായ അതോറിറ്റികളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായി 5 അധികാരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായ 5 അധികാരങ്ങൾ. ഈ 5 അധികാരങ്ങളുടെ സബ് ഡിവിഷനുകളെയും നമുക്ക് കാണുവാൻ കഴിയും. 5 അധികാരങ്ങളിൽ ഒന്ന് ഡിവൈൻ അതോറിറ്റി, ദൈവിക അധികാരം. 2 ടെറിട്ടോറിയൽ അതോറിറ്റി, ദേശീയ അധികാരം. 3 ഹ്യൂമൻ അതോറിറ്റി, മാനുഷിക അധികാരം. 4 അവയവ അധികാരം അല്ലെങ്കിൽ ഓർഗൻ അതോറിറ്റി. 5 പൈശാചിക അധികാരം അഥവാ ഈവിൾ അതോറിറ്റി. ഇങ്ങനെ 5 അധികാരങ്ങൾ പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയും. അവയെ ഓരോന്നോരോന്നായി നമുക്ക് പഠിച്ചു വരാം. ഇതൊരു ബൈബിൾ സ്റ്റഡിയായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒത്തിരി ആവേശകരമായിട്ടൊന്നും ഞാൻ സംസാരിക്കുകയില്ല. ശാന്തമായി പറഞ്ഞു കയറുവാനാണ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ we can see the divine authority. റോമാലേഖനം 13-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 13 verse 1. അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെടുന്നു. ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി. നമുക്കിവിടെ ഒന്നാമത്തെ അതോറിറ്റിയെ കാണുവാൻ കഴിയും, ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് സാവകാശം എടുത്തു വരാം. ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി. രണ്ടാമത്തെ അതോറിറ്റി എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ അതോറിറ്റിയാണ്, ദേശീയ അധികാരം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇത് പറയാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ, വാക്യം പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷേ ഞാൻ ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരൂശലേമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. എങ്ങനെയാണ് യേശു ഹെരോദാവിന്റെ അധികാരത്തിന് കീഴിലായത്? ഹെരോദാവിന്റെ അധികാരത്തിന് കീഴിൽ യേശു ആയത്, ഹെരോദാവ് യേശു ഉൾപ്പെട്ട് നിന്നിരുന്നതായ ആ ടെറിട്ടറിയുടെ റൂളറായിരുന്നു. ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് നരേന്ദ്രമോദി അവരുടെ അധികാരമാണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തു താമസിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് നരേന്ദ്രമോദി അവരുടെ ഒരു അധികാരിയല്ല. അപ്പൊ ഒരു ടെറിട്ടോറിയൽ അതോറിറ്റിയെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ടെറിട്ടോറിയൽ അതോറിറ്റി നമ്മളുടെ സെക്കുലർ ലോകത്തും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലോകത്തും നമ്മുടെ സ്പിരിച്വൽ ലോകത്തും ആത്മലോകത്തിലും ഭൗമലോകത്തിലും ഒരുപോലെ ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റുകളെ നമുക്ക്, ടെറിട്ടോറിയൽ അതോറിറ്റീസിനെ കാണുവാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പേർഷ്യൻ രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് ടെറിട്ടോറിയൽ അതോറിറ്റിയെ കാണുവാൻ കഴിയും. കണ്ടോ, ടെറിട്ടോറിയൽ അതോറിറ്റി. നമുക്ക് അതിലേക്കൊക്കെ കടന്നു വരാം. അപ്പോ യേശു കർത്താവ് ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടു. ഹൗ? ഹെരോദാവും യേശു തമ്മിൽ ബന്ധമില്ല. ഹെരോദാവിന്റെ കുടുംബത്തിലെ ഹെരോദാവിന്റെ അനിയനോ ഹെരോദാവിന്റെ മകനോ ഒന്നുമല്ല യേശു. പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ മേൽ ഹെരോദാവിന് അധികാരം വന്നത്? അതൊരു ടെറിട്ടോറിയൽ അതോറിറ്റിയാണ്, ഒരു ദേശീയ അധികാരം. ഞാൻ അതിൽ നിന്നും ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന തലം നിങ്ങളെ ഒരു അധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരും. അതാണ് ഈ വേർപാടിന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത. നമ്മൾ എവിടെ പാർക്കുന്നുവോ അതൊരു അതോറിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പെർഗമോസിലെ സഭയോട് സഭയുടെ ദൂതനോട് പറയുകയാണ്, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടം എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുകയാണ്. ഞാൻ ഈ ടെറിട്ടോറിയൽ അതോറിറ്റിയെ കുറിച്ച് സാവകാശം എടുക്കാം, അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഒന്ന് ഡിവൈൻ അതോറിറ്റി, ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി. 2 ടെറിട്ടോറിയൽ അതോറിറ്റി. മൂന്നാമത്തെ അതോറിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ അതോറിറ്റിയാണ്. ഈ ഹ്യൂമൻ അതോറിറ്റിയെ തന്നെ നമുക്ക് 2 തലത്തിൽ പഠിപ്പാൻ കഴിയും. ഒന്ന് പേഴ്സണൽ അതോറിറ്റി, 2 നാഷണൽ അതോറിറ്റി. ജാതികളുടെ അധികാരം, വ്യക്തിപരമായ അധികാരം. പഴയ നിയമത്തിലെ അടിമകളെയൊക്കെ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ അധികാരം പുലർത്തുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും.
എന്നാൽ അതിന് തെളിവിനായി ഞാനൊരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 രാജ 13:5, യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തത് കൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിക്കുവാൻ സംഗതി വന്നു എന്ന് പറയും. ഇവിടെ അരാമ്യരുടെ അധികാരം, ഒരു ജാതീയ ഒരു അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. ജാതീയ അധികാരം എന്ന് പറയുന്ന ഒരു അധികാരത്തെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ അതോറിറ്റിയെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നതായ ജാതീയ അധികാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ജാതീയമായ ഒരു മാനുഷിക അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മാനുഷിക അധികാരത്തിന് വലുതായ ഒരു പരിമിതിയുണ്ട്. മാനുഷിക അധികാരത്തിന്റെ പരിമിതിയെ നാം പഠിക്കുമ്പോൾ, മാനുഷിക അധികാരത്തിന്റെ പരിമിതി 2 തലത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്ന്, മനുഷ്യന് അധികാരമുണ്ട്, മനുഷ്യനെ അധികാരപ്പെടുത്തുവാനും കഴിയും. പക്ഷെ മനുഷ്യനെ മാത്രമേ അധികാരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. മനുഷ്യനെ മാത്രമേ അധികാരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം, ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ഇല്ല എന്ന് പറയുകയാണ്. ആത്മാവിന്റെ മേൽ മനുഷ്യന് അധികാരമില്ല. മനുഷ്യന്റെ മേൽ അധികാരം പുലർത്താം, ടെറിട്ടറിയുടെ മേൽ അധികാരം പുലർത്താം, പക്ഷെ മനുഷ്യന് ആത്മാക്കളുടെ മേൽ അധികാരമില്ല. ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ, ആത്മാവ് 3 വിധത്തിൽ നാം പഠിക്കണം. ആത്മാവ് 3 വിധത്തിലാണുള്ളത്. ഒന്ന്, ഹോളി സ്പിരിറ്റ്. 2, ഹ്യൂമൻ സ്പിരിറ്റ്. 3, സ്പിരിറ്റ്സ് ഇൻ ദ സ്പിരിറ്റ് റെലം, അതർ സ്പിരിറ്റ്സ് ഇൻ ദ സ്പിരിറ്റ് റെലം. ഈ അതർ സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ 2 തലത്തിൽ നമുക്ക് പഠിക്കാം. ഡിവൈൻ സ്പിരിറ്റ്സ് ആൻഡ് ഈവിൾ സ്പിരിറ്റ്സ്. ഞാൻ ഈവിൾ സ്പിരിറ്റിലേക്കല്ല കയറുന്നത്. ഞാൻ ഇതിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് ഒരു വാക്യത്തെ കാണിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആ വാക്യത്തെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചു കാണത്തില്ല. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാന വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ? ദേ ആർ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ് എന്നാണ് പറയുന്നത്. ഹു ആർ ദി സ്പിരിറ്റ്സ്? ആരാണ് ഈ ആത്മാക്കൾ എന്ന് പറയുന്നത്? ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവാത്മാവുണ്ട്, നമ്മളുടെ ആത്മാവാകുന്ന ദൈവസന്നിധിയിലേക്ക് പോകുന്ന നമ്മുടെ ആത്മാവുണ്ട്. 3ാമത് ദൂതന്മാരെന്ന് പറയുന്ന ആത്മാക്കളുണ്ട്. ദൂതന്മാരെന്ന് പറയുന്നത് ഈ ആഫ്രിക്കക്കാർ പറയുന്നത് പോലെ ലൈറ്റായിട്ട് നടക്കുന്നതും അങ്ങനൊന്നും ഭൂതം പോലെ വെള്ളത്തുണി ഉടുത്തുകൊണ്ട് നടക്കുന്നതൊന്നുമല്ല ദൂതൻ എന്ന് പറയുന്നത്. ദൂതൻ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് ആണ്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ്, സേവക ആത്മാക്കളല്ലേ. അപ്പം പിശാചിന് അധികാരം, മനുഷ്യന് അധികാരമുണ്ട്. പക്ഷെ ആ അധികാരം ദൂതന്മാരുടെ മേൽ വില പോകത്തില്ല, നമ്മുടെ ആത്മാവിന്റെ മേൽ വില പോകത്തില്ല, പരിശുദ്ധാത്മാവിന്റെ മേൽ വില പോകത്തില്ല. അപ്പം മാനുഷികമായ അധികാരമുണ്ട്. ഇനിയും ഈ മാനുഷികമായ അധികാരം ഒന്ന് മനുഷ്യന്റെ മേലെ നടക്കത്തുള്ളൂ. 2ാമതായി മനുഷ്യന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും മനുഷ്യന്റെ അധികാരം നിൽക്കത്തില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് പറയുന്നത് മനുഷ്യന് ഒരു സമയത്തേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു മനുഷ്യന്റെ മേൽ അധികാരം പുലർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ മറ്റൊരു സമയത്ത് ആ വാക്യത്തെ വ്യക്തമായി നിങ്ങളെ കാണിച്ചു തരാം. ഒരു 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 സമയത്തേക്ക് മാത്രമേ മനുഷ്യന് അധികാരം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അത് സദാകാലം നിലനിൽക്കുന്നതായ ഒരു അധികാരമല്ല. ആകയാൽ ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ അധികാരത്തിന്റെ ചില ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു സ്വാതന്ത്ര്യം, മനസ്സ് തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അധികാരമാണ്. 2, സമയം നിശ്ചയിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം അധികാരമാണ്. 3, ഒരു സ്ഥാനം അധികാരമാണ്. 4, ഒരു റൈറ്റ്, ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥ സ്വാതന്ത്ര്യമാണ്.
വീണ്ടും 5 വിധമായ അധികാരങ്ങളെ നാം കാണുന്നു. ഒന്ന്, ഡിവൈൻ ദൈവിക അധികാരം, ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി. 2, ദേശീയ അധികാരം, ടെറിട്ടോറിയൽ അതോറിറ്റി. 3, മാനുഷിക അധികാരം. 4-മത്തെ അധികാരം എന്ന് പറയുന്നത് അവയവ അധികാരമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. മനുഷ്യന്റെ അധികാരം എന്നല്ല പറഞ്ഞത്, പിശാചുക്കളുടെ അധികാരം എന്നല്ല പറഞ്ഞത്, ദൈവത്തിന്റെ അധികാരം എന്നല്ല പറഞ്ഞത്. പകരം ശരീരത്തിലെ ഒരു ഒറ്റ അവയവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ നാവിനൊരു അധികാരമുണ്ട്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു അധികാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാ. പകരം നിങ്ങളുടെ കണ്ണിനൊരു അധികാരമുണ്ട്, നിങ്ങളുടെ കാതിനൊരു അധികാരമുണ്ട്, നിങ്ങളുടെ ശ്വാസത്തിനൊരു അധികാരമുണ്ട്, നിങ്ങളുടെ ശബ്ദത്തിനൊരു അധികാരമുണ്ട്, നിങ്ങളുടെ കൈക്കൊരു അധികാരമുണ്ട്, നിങ്ങളുടെ കാലുകൾക്കൊരു അധികാരമുണ്ട്, നിങ്ങളുടെ നാവിനൊരു അധികാരമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, അബ്രഹാം, നീ കണ്ണുയർത്തി നോക്ക്, നിന്റെ കണ്ണു പതിക്കുന്ന ദേശമൊക്കെയും എന്തു ചെയ്യും? ഞാൻ നിനക്ക് നൽകും. അപ്പോൾ ദേശത്തെ അവകാശപ്പെടുത്തുന്നത് എങ്ങനെയാ? കണ്ണിനകത്തൂടെ, കണ്ണുകൊണ്ട് താൻ അധികാരപ്പെടുത്തുന്നതിനെ കാണുവാൻ കഴിയും. വീണ്ടും അബ്രഹാമിന്റെ അടുക്കൽ പറയുകയാണ്, നീ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം, നീ കാൽ വെക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. അപ്പൊ കാലിന്റെ മുകളിൽ എന്തുണ്ട്? അധികാരം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ശബ്ദത്തിനകത്ത് ഒരു അധികാരമുണ്ട്, നമ്മുടെ നാവിനകത്ത് ഒരു അധികാരമുണ്ട്. ഇനിയും നമ്മളുടെ നമ്മളുടെ പ്രസൻസിനകത്ത് ഒരു അധികാരമുണ്ട്. ഏലിയാവ് ശൂന്യങ്കാരത്തിയുടെ വീട്ടിൽ പ്രവാചകൻ കടന്നു ചെന്ന് ബാലന്റെ മുകളിൽ കിടന്നു. തന്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ മരിച്ചവന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ അവിടെ ഒരു അധികാരം വ്യാപരിക്കുകയാണ്. തന്റെ ടെമ്പറേച്ചറിനകത്ത് ഒരു അധികാരം വ്യാപരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിൽ എല്ലാവർക്കും ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല, നിന്റെ ശ്വാസത്തിൽ പോലും ഞാൻ എൻ്റെ അധികാരത്തെ നൽകുന്നെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല, എന്താണ് ഈ ശ്വാസത്തിൽ അധികാരം നൽകുന്നെന്ന് പറഞ്ഞത്. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഭൂതമിളകി. ആ ഭൂതമിളകി, ഭയങ്കരമായ ഭൂതം ഇങ്ങനെ ഇളകി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങൾ കഴിഞ്ഞു, ഞാൻ പ്രസംഗത്തിന്റെ അവസാന സമയമാണ്, ഞാൻ ഒരല്പം ക്ഷീണിതനുമാണ്. ഞാനിങ്ങനെ ആ ഭൂതമിളകിയിരിക്കുന്ന ആ വ്യക്തിയുടെ അടുക്കൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ആ ക്ഷീണം കൊണ്ടാക്കിയതാണ്. ഞാൻ അതിശയിച്ച ഒരു കാര്യം, എൻ്റെ ശ്വാസം ചെന്ന് അവരുടെ മേൽ വീഴുമ്പോൾ അനങ്ങാതെ കിടന്ന ആ പിശാച് ഭയങ്കരമായി ഇളകുവാൻ തുടങ്ങി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഓർപ്പിച്ചു, ഞാൻ ചില രാത്രികൾക്ക് മുമ്പ് നിന്റെ ശബ്ദത്തിലല്ല, നിന്റെ ശ്വാസത്തിന്മേൽ എൻ്റെ അധികാരം വരുമെന്ന് പറഞ്ഞ വാക്ക്. ഞാൻ പെട്ടെന്ന് ആ ഭൂതത്തിന്മേൽ പിന്നെയും ശക്തിയോടെ അഭിഷേകത്തോടെ ഊതുവാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ശ്വാസം അതിന്മേൽ അടിക്കുമ്പോൾ അതിനകത്തൊന്ന് ഭൂതം ഇളകി തുറയ്ക്കുന്നത് ഞാൻ കാണുവാൻ തുടങ്ങി. അന്ന് ആ വ്യക്തി ഹീലായത്. നമ്മളൊക്കെ പലപ്പോഴും ഊതി വീഴ്ത്തുക എന്നൊക്കെ പരിഹസിക്കും. പക്ഷേ അന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു ശ്വാസത്തിൽ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അധികാരത്തെ കുറിച്ച്. അപ്പോസ്തലന്മാരുടെ നിഴലിനകത്തു പോലും അധികാരം വ്യാപരിച്ചു എന്നാ പറയുന്നത്, നിഴൽ തട്ടിയവർക്ക്. ഇനി അപ്പോസ്തലന്മാരുടെ നിഴല് തട്ടിയവർക്ക് മാത്രമല്ല, അവരുപയോഗിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾക്കകത്തു പോലും എന്തുണ്ടായിരുന്നു എന്നറിയാമോ? അധികാരമുണ്ടായിരുന്നു. അവരുടെ വേർപ്പ് പിടിക്കുന്ന ഒരു തൂവാല കൊണ്ടിട്ടാൽ അതിനകത്ത് പോലും അധികാരമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന സാധനത്തിനകത്ത് വരെ അധികാരമുണ്ടായിരുന്നു. അവയവ അധികാരം, അല്ലെങ്കിൽ നാവിനകത്ത്, മൂക്കിനകത്ത്, കണ്ണിനകത്ത്, കാതിനകത്ത്, നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും വ്യാപരിക്കുന്നതായിട്ടുള്ള അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ശ്വാസത്തിൽ പോലും ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളൊന്ന് നോക്കിയാൽ സ്തോത്രം, പിശാചുക്കൾ വിറയ്ക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, രോഗങ്ങൾ സൗഖ്യമാകും. അതുകൊണ്ടല്ലേ യേശു വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി, വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കി. ഇവിടെയൊക്കെ സൗണ്ടിനകത്താണ് അതോറിറ്റി വ്യാപരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. ഞാനതാ പറഞ്ഞത്, കിരീടവും ചെങ്കോലും സിംഹാസനവും ഒന്നും വേണ്ട, അധികാരത്തിന് വേണ്ടി. ഇവിടെ ഒരു അവയവ അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. 5-മത്തെ അധികാരം എന്ന് പറയുന്നത് ഈവിൽ അതോറിറ്റി,
പൈശാചിക അധികാരമാണ്. ഇന്ന് രാത്രി അതിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്നാൽ ഈ അധികാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ അധികാരത്തെ നാം പഠിക്കുമ്പോൾ രണ്ട് അധികാരങ്ങളുണ്ട്. ഒന്ന് ഓൺ അതോറിറ്റി, രണ്ട് ഇമ്പാർട്ടഡ് അതോറിറ്റി. ഓൺ അതോറിറ്റി, രണ്ട് ഇമ്പാർട്ടഡ് അതോറിറ്റി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ച് നാം ഇങ്ങനെയാണ് വായിച്ചത്: ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ, ഓൺ അതോറിറ്റി, ഹിസ് ഓൺ അതോറിറ്റി. അപ്പോൾ ലോകത്തിൽ അധികാരം, സ്വന്തമായിട്ടുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂവെന്ന് ഇന്ന് രാത്രി എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ കഴിയും. അത് ദൈവത്തിന് മാത്രമേ സ്വന്തമായ അധികാരം ഉള്ളൂ. ജോ ബൈഡന്റെ അധികാരം സ്വന്തമായിട്ടുള്ളതല്ല, അത് കാലപരിധി ഉള്ളതും ഒരു സമയം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള അതോറിറ്റിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിലെ ഒരു മനുഷ്യന്റെയും അതോറിറ്റി അവൻ സ്വന്തമായതല്ല, അത് ഇമ്പാർട്ടഡ് അതോറിറ്റിയാണ്, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന അതോറിറ്റിയാണ്. ഈ ഇമ്പാർട്ടഡ് അതോറിറ്റിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ നമ്മുടെ വിഷയത്തിന്റെ ഭയങ്കരമായ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇമ്പാർട്ടഡ് അതോറിറ്റി. ഇന്ന് ലോകത്തിൽ അതോറിറ്റി ഇമ്പാർട്ടേഷൻ 3 ലെവലിലാണ് സംഭവിക്കുന്നത്. അതോറിറ്റി ഇമ്പാർട്ടേഷൻ, അതോറിറ്റീസിന്റെ ഡൈവേഴ്സിഫിക്കേഷനെ ഞാൻ പറഞ്ഞു. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതോറിറ്റി ഇമ്പാർട്ടേഷനെ കുറിച്ചാണ്. അതോറിറ്റി ഇമ്പാർട്ടേഷൻ 3 തലത്തിൽ വ്യാപരിക്കും. അതിനായി ഞാൻ ഒന്നാമതായി അതോറിറ്റി ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ അധികാര കൈമാറ്റത്തെ കുറിച്ച് ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ അവിടെ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരങ്ങൾ ഉണ്ടായി എന്നല്ല പറയുന്നത്. 9-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവം. അപ്പം ഇവിടെ ഒരു ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് അതോറിറ്റി, ദൈവം അധികാരത്തെ ഇമ്പാർട്ട് ചെയ്യുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ മുൻപേ വായിച്ച വേദഭാഗമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. യേശു 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും ശിഷ്യർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അകൽ ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് അധികാരത്തെ സ്വീകരിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, യു ക്യാൻ റിസീവ് അതോറിറ്റി ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അധികാരത്തെ റിസീവ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് ഈ വരുന്ന 3 ആഴ്ചകളും കൂടെ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് പോകാം. ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി, ഗോഡ് ഇമ്പാർട്ടിംഗ് അതോറിറ്റി. ദൈവം നിയമിക്കുന്ന അധികാരം, ദൈവം പകരുന്ന അധികാരം. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പം ദൈവിക രാജ്യത്വത്തിനകത്ത് പ്രഭുത്വം പ്രാപിക്കുന്നവർ അധികാരത്തിലേക്ക് കയറുമെന്നാണ് പറയുന്നത്. ഗോഡ് ഓർഡൈൻഡ് അതോറിറ്റി ആൻഡ് ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് അതോറിറ്റി. പക്ഷെ സഹോദരങ്ങളെ, ദൈവം മാത്രമല്ല മനുഷ്യന് അധികാരം നൽകുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവം മാത്രമല്ല മനുഷ്യന് അധികാരം നൽകുന്നത്. അവിടെയാണ് ഈ അതോറിറ്റിയുടെ ഡേഞ്ചർ വെളിപ്പെട്ട് വരുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, 12-13 അധ്യായം നമുക്കറിയാം പൈശാചിക തൃത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീഴുന്ന സർപ്പം, ഭൂമിയിൽ നിന്ന് പൊങ്ങി വരുന്ന മൃഗം, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഇങ്ങനെ 3 സൈറ്റനിക് ട്രിനിറ്റിയാണ് വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങളിൽ കാണുന്നത്. ഇതിന്റെ 13-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം ഇങ്ങനെയാകുന്നു: മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട്, മൃഗത്തിന് അധികാരം കൊടുത്തു, മൃഗത്തിന് അധികാരം കൊടുത്തു. ഇനി മൃഗത്തിന് അധികാരം ആരാണ് കൊടുത്തത്? 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. ഇതൊരു മിക്സഡ്
കിങ്ഡത്തെയാണ് കാണിക്കുന്നത്. പുള്ളിപ്പുലി എന്ന് പറയുന്നത് ഗ്രീക്ക് കിങ്ഡത്തെയാണ്. കരടി എന്ന് പറയുന്നത് മെഡോ പേർഷ്യൻ കിങ്ഡമാണ്. സിംഹം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ്. ഇത് ദാനിയേലിന്റെ ദർശനത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ കഴിയും. അപ്പോൾ ബാബിലോണിന്റെ ശക്തിയും യവനന്റെ ബുദ്ധിയും പേർഷ്യന്റെ വിശാലതയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഒരു സാമ്രാജ്യം എഴുന്നേറ്റ് വരികയാണ്. ബാബിലോൺ, മെഡോ പേർഷ്യൻ, ബാബിലോൺ, പേർഷ്യൻ, ഗ്രീക്ക്, ഈ 3 രാജ്യങ്ങൾ, പുള്ളിപ്പുലി, കരടി, സിംഹം, ഈ 3 മൃഗങ്ങളുടെ സങ്കലനം അല്ലെങ്കിൽ 3 സാമ്രാജ്യങ്ങളുടെ സങ്കലനമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 രാജ്യങ്ങൾ, ബാബിലോൺ, പേർഷ്യൻ, ഗ്രീക്ക്, 3 കിങ്ഡത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. എന്നിട്ട് അടുത്ത ഭാഗം, അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കണ്ടോ, വാട്ട് ഈസ് ദ അതോറിറ്റി ബിഹൈൻഡ് ദ കിങ്ഡംസ്? രാജ്യത്വങ്ങളുടെ, സിംഹാസനങ്ങളുടെ പിമ്പിലുള്ള അധികാരത്തെ നിങ്ങൾ കണ്ടോ? വാട്ട് ഈസ് ദ അതോറിറ്റി ബിഹൈൻഡ് ബാബിലോൺ? What is the authority behind the Greek kingdom? What is the authority behind the Persian kingdom? ഇവിടെ പറയുകയാണ്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയും കരടിയും സിംഹവും ചേർന്നതായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ അധികാരത്തെ നൽകുകയാണ്. മത്തായി സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 9-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ദൈവം അധികാരങ്ങളെ കൈമാറുമ്പോൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പിശാച് അധികാരത്തെ നൽകുകയാണ്. അതുകൊണ്ടാണ് 13-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു എന്ന് പറയുകയാണ്. മഹാസർപ്പം. എന്റെ സഹോദരങ്ങളെ, മഹാ എന്ന് ചേർത്ത് ബൈബിളിൽ ചില കാര്യങ്ങൾ പറയും. മഹാദൈവം, മഹാനഗരം, മഹാരാജാവ്. ഇതുപോലെ സർപ്പത്തെയും പറയുന്നത് എന്താണെന്നറിയാമോ? മഹാസർപ്പം. മഹാദൈവം എന്ന ദൈവത്തെ, നമ്മുടെ ദൈവത്തെയാണ് പറയുന്നത്, ദ ട്രൂ ഗോഡ്. മഹാരാജാവ് എന്ന് പറയുന്നത് ദ ട്രൂ ഗോഡ്, ദൈവത്തെയാണ്. മഹാനഗരം എന്ന് പറയുന്നത് യെരൂശലേം നഗരത്തെയാണ്. പക്ഷെ ഇത് 3നും എതിരായി നിൽക്കുന്ന സർപ്പത്തെ പറയുന്ന പേര് കണ്ടോ? മഹാസർപ്പം എന്ന് പറയുകയാണ്. ദ ഗ്രേറ്റ് സർപ്പന്റ്. ആ ഗ്രേറ്റ് സർപ്പന്റ് തന്റെ അതോറിറ്റിയെ കിങ്ഡങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു, മനുഷ്യരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു. അപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ, ഈ രാജ്യത്വങ്ങളുടെ, മനുഷ്യരുടെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക അധികാരങ്ങളുടെ ഇമ്പാർട്ടേഷനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇമ്പാർട്ടേഷനെ, സൈറ്റനിക് ഇമ്പാർട്ടേഷനുകളെ നമുക്ക് തിരുവെഴുത്തിൽ നന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗമാണ്. കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, സാത്താൻ വന്ന് ചോദിക്കുന്നില്ലേ, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് നൽകാം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഞാൻ അതിലേക്കൊക്കെ അടുത്ത ആഴ്ച കടന്നു വരാം. അപ്പോ ഈവിൾ ഇമ്പാർട്ടേഷൻ, ഡിമോണിക് ഇമ്പാർട്ടേഷനെ നമുക്ക് കാണുവാൻ കഴിയും. 3-ാമതായി നാം കാണുമ്പോൾ ഹ്യൂമൻ ഇമ്പാർട്ടേഷൻ. മനുഷ്യന്റെ അധികാരം മനുഷ്യന് കൈമാറും. ദാവീദിന്റെ സിംഹാസനം ശലോമോന് കൈമാറിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഫറവോൻ തന്റെ അധികാരത്തെ യോസെഫിന് നൽകിയതായി കാണുവാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പേർഷ്യൻ രാജാവ് തന്റെ അധികാരത്തെ ദാനിയേലിന് നൽകുവാൻ ആഗ്രഹിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാപുരോഹിതന്മാരുടെ അധികാര പത്രവുമായിട്ട് പൗലോസ് യാത്ര ചെയ്യുന്നതിനെ കാണുവാൻ കഴിയും. കണ്ടോ, ഇവിടെ ദാവീദ് തന്റെ മകന് അധികാരം നൽകുന്നു, അഹരോൻ തന്റെ മകന് പൗരോഹിത്യ അധികാരത്തെ നൽകുന്നു, ഏലിയാവ് തന്റെ പ്രവാചക അധികാരത്തെ എലീശയ്ക്ക് നൽകുന്നു. ഈ അധികാരങ്ങളെ കൈമാറ്റം ചെയ്യാം. ഹ്യൂമൻ ഇമ്പാർട്ടേഷൻ, മനുഷ്യർക്ക് മനുഷ്യരുടെ മേൽ കൈമാറ്റം ചെയ്യുവാൻ കഴിയും. 3 impartations of authority. On the divine impartation, and second, a demonic impartation, and third, human impartation. ദൈവം അധികാരങ്ങളെ കൈമാറുന്നു, പിശാച് അധികാരങ്ങളെ കൈമാറുന്നു, മനുഷ്യൻ അധികാരങ്ങളെ കൈമാറുന്നു. ഇങ്ങനെ 3 അധികാര കൈമാറ്റത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഇനിയും നമുക്ക് അടുത്തതായിട്ട് ഈവിൾ അതോറിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈവിൾ അതോറിറ്റി.
ഇന്ന് രാത്രികാലം ഈവിൾ അതോറിറ്റിയിലേക്കാണ് നമ്മൾ പതുക്കെ പ്രവേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡിവൈൻ അതോറിറ്റിയിലേക്ക് കയറി വരാം. ഞാൻ പറഞ്ഞ ഭാഗങ്ങളെ നിങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. ഞാൻ ആവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഏറിയ പങ്ക് ആൾക്കാരും ദൈവവചനത്തെ എഴുതിയെടുക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈവിൾ അതോറിറ്റിയിലേക്ക് കയറുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ ഇമോഷൻസ് പോലും അവന്റെ അധികാരത്തിനകത്താണ് ഇരിക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ഈവൻ ദ ഇമോഷൻസ് ആർ ബേസ്ഡ് ഓൺ അവർ അതോറിറ്റി. നമ്മുടെ വികാരങ്ങൾ പോലും നമ്മുടെ അധികാരത്തിനകത്തായിരിക്കുന്നത്. ഞാൻ വാക്യം കാണിക്കാം നിങ്ങളെ. അപ്പോ സഭാപ്രസംഗിയുടെ പുസ്തകം എക്ലേസിയാസിസ്റ്റ് ചാപ്റ്റർ 5 verse 90, സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. സന്തോഷിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. തന്റെ പ്രയത്നത്തിൽ സന്തോഷിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പലരെയും കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ട്, കാശെല്ലാം സൂക്ഷിച്ചു വെക്കും. ഒരിക്കലും അതുകൊണ്ട് ഒരു നല്ല തുണി മേടിച്ചിടുകയോ അതുകൊണ്ട് സന്തോഷം അനുഭവിക്കുകയോ ചെയ്യത്തില്ല. കാരണം കാശ് കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാനുള്ള അധികാരമില്ല. അപ്പം കയ്യിലിരിക്കുന്ന നന്മ, ലഭിച്ചിരിക്കുന്ന നന്മ ഉപയോഗിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിനകത്തുകൂടെ സന്തോഷിക്കണമെങ്കിൽ പോലും എന്ത് വേണം? അധികാരം വേണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല പാസ്റ്ററെ എന്ന് പറയുന്നെങ്കിൽ എവിടെയോ യു ലാക്ക് സം അതോറിറ്റി, ഡെഫിഷ്യൻസി ഓഫ് അതോറിറ്റി. അതോറിറ്റിയുടെ കുറവാണ് ജീവിതത്തിലെ സന്തോഷത്തിന്റെ കുറവ്. ഈവൻ ദ ഇമോഷൻസ് ആർ ബേസ്ഡ് ഓൺ അവർ അതോറിറ്റി. അധികാരമാണ് നമ്മുടെ സന്തോഷത്തിലെ പ്രധാനമായിരിക്കുന്ന, നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിഷയം. ഞാൻ ഇനിയും അടുത്തതായി പൈശാചിക അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമാണ് പൈശാചിക അധികാരം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൈശാചിക അധികാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ പുറത്തു വരേണ്ടതായ, ഒരു മനുഷ്യൻ വെളിയിൽ വരേണ്ടതായ ഒരു അധികാരമാണ് പൈശാചിക അധികാരം. പൈശാചിക അധികാരത്തെ നമുക്ക് പല പേരിൽ നമുക്ക് പറയുവാൻ കഴിയും. പൈശാചിക അധികാരം പിശാചിന്റെ അധികാരം എന്ന് മാത്രമല്ല എല്ലായിടവും പറയുന്നത്. ഒരിടത്ത് പറയുന്നത് പാതാളത്തിന്റെ അധികാരം എന്നാണ് പറയുന്നത്. പാതാളത്തിന്റെ അധികാരം. പാതാളം എന്ന് പറയുന്നത് ഒരു കിങ്ഡമാണ് സഹോദരങ്ങളെ. പാതാളം എന്ന് പറയുന്നത് ഒരു രാജ്യത്വമാണ്. പാതാളം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പാതാളം എന്ന് പറയുന്നത് ഒരു കുഴിയാണെന്ന്. പാതാളം എന്ന് പറയുന്നത് കുഴിയൊന്നുമല്ല. പാതാളം എന്ന് പറയുന്നത് ഒരു രാജ്യത്വമാണ്. പാതാളം എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. ആകയാൽ പാതാളം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അഗാധ കൂപത്തിന്റെ താക്കോൽ. അവൻ അഗാധ കൂപം തുറന്നു. അതിനുശേഷം മനുഷ്യരെ ഉപദ്രവിപ്പിക്കുവാൻ തക്കവണ്ണം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അതിന് അധികാരം ലഭിച്ചത്. കണ്ടോ, അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന ഒരു അധികാര ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അത് മനുഷ്യനെ ദണ്ഡിപ്പിക്കുകയാണ്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തും പോലെയാകുന്നു. ഇനിയും അതിന്റെ താഴേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിന്റെ 11-ാം വാക്യം, അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അഗാധ കൂപത്തിനൊരു അധികാരമുണ്ട്, അഗാധ കൂപത്തിനൊരു രാജാവുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ 3 വാക്യങ്ങളെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വായിച്ചു നോക്കിയേ. അഗാധ കൂപം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് 1-ാം വാക്യത്തിൽ പറയുന്നു. ആ അഗാധ കൂപത്തിനൊരു താക്കോലുണ്ട്. താക്കോലുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള സാധനം ഇല്ലെങ്കിൽ താക്കോൽ ഉണ്ടാകുമോ? ഞങ്ങളുടെ ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കൺസോൾ ബോക്സിന് ഒരു ഡോറുണ്ട്. അപ്പൊ എന്റെ അടുക്കൽ കാർപ്പൻറ്റർ ചോദിച്ചു, ഇതിന് കീ വെക്കണോ താക്കോല് വെക്കണോ എന്ന് ചോദിച്ചു. ലോക്ക് ആൻഡ് കീ വെക്കണോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സേഫായിട്ട് വെക്കണമെന്നില്ല, അതുകൊണ്ട് അതിന് കീ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കീ വെക്കുന്ന സാധനം, കീ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് സംതിങ് സ്പെഷ്യൽ ഈസ് ദയർ. നമ്മുടെയൊക്കെ കാറിന്റെ ഗ്ലൗ ബോക്സിന് കീ ഇല്ല. കാരണം അതിനകത്ത് നമ്മൾ അത്രമാത്രം വിലപ്പെട്ട സാധനങ്ങളൊന്നും വെക്കുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ അംബാസഡർ കാർ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ സാധാരണ ജീപ്പ് ഉള്ളപ്പോൾ, ഈ ഗ്ലൗ ബോക്സിന് ലോക്ക് ആൻഡ് കീ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ ബുക്കും പേപ്പറും എല്ലാം പൊതിഞ്ഞു കെട്ടി എവിടെയായിരുന്നു വെക്കുന്നത്? ഈ ഗ്ലൗ ബോക്സിനകത്തായിരുന്നു. അതുകൊണ്ട് അതിന് ലോക്ക് ആൻഡ് കീ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അഗാധകൂപത്തിന് താക്കോലുണ്ടെന്ന് പറയുമ്പോൾ സംതിങ് വാലിഡ് ഈസ് ദയർ. ചില വിലപ്പെട്ട സംഗതികൾ, വാല്യൂ ഉള്ള സംഗതികൾ അവിടെയുണ്ട്. എന്നിട്ട് ഇവിടേക്ക് കടന്നു വരുമ്പോൾ 5-ാം വാക്യത്തിൽ പറയുകയാണ് അതിന് അധികാരമുണ്ട്. വീണ്ടും 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് രാജാവുണ്ട്, അധികാരമുണ്ട്, രാജാവുണ്ട്, താക്കോലുണ്ട്. അപ്പോൾ അഗാധകൂപം എന്ന് പറയുന്നത് ചുമ്മാതൊരു സംഗതിയല്ല. പാതാളം എന്ന് പറയുന്നത്, ഈ പാതാളത്തിനൊരു അധികാരമുണ്ട്. അതിൽ നിന്നൊരു മനുഷ്യൻ പുറത്തു വരണം. അതുകൊണ്ടാണ് 49-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. കണ്ടോ, അതോറിറ്റി ഓഫ് ദ ഹെൽ, പാതാളത്തിന്റെ അധികാരം, പാതാളത്തിന്റെ അധികാരം. അവൻ എന്നെ കൈക്കൊള്ളും. പാതാളത്തിന്റെ അധികാരം. ഈ പാതാളത്തിന്റെ അധികാരത്തെ 2 തലത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്ന്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബാധകൾ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന ശക്തി പാതാളമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 9-ലേക്ക് കടന്നു വരുന്നത്. പഴയ നിയമത്തിൽ പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ ബാധകൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ ബാധകളെ, പാതാളത്തിന്റെ ബാധകളെ മാത്രമാണ് വെല്ലുവിളിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹേ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച് പാതാളത്തിനെ ആത്യന്തികമായി ജയിക്കുന്നു. പഴയ നിയമത്തിൽ പാതാളത്തിന്റെ ബാധകളെയാണ് ജയിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ പാതാളത്തിന്റെ സകല ശക്തിയെയും ജയിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും പാതാളത്തിന് അവനോട് പോരാടുവാൻ കഴിയുന്ന ഒരു തലമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവനോടും ഒരു മനുഷ്യന്റെ ജീവകാലത്തും ഒരു മനുഷ്യന്റെ മരണകാലത്തും പാതാളത്തിന്റെ അധികാരത്തിന് പോരാടുവാൻ കഴിയും. ഇവിടെയാണ് കർത്താവായ യേശു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമാക്കിക്കൊണ്ട് പാതാളത്തിന്റെ അധികാരത്തെ തകർത്ത് മനുഷ്യനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സോ ദ ഈവിൾ അതോറിറ്റിയുടെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അതോറിറ്റി ഓഫ് ഹെൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതോറിറ്റി ഓഫ് ഹെൽ. 2ാമത്തെ അധികാരം, അതാണ് ഒത്തിരി സർവവ്യാപകമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 53-ാം വാക്യം, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നു. പവർ ഓഫ് ഡാർക്ക്നെസ്, ഇൻ അതർ വേർഡ്സ് അതോറിറ്റി ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം. എന്റെ സഹോദരങ്ങളെ, ഇരുട്ടിന്റെ അധികാരം എന്ന് ധാരാളമായി നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂക്ക് 22:53 കൊളോഷ്യൻസ് 1:13 ചേർത്ത് പഠിക്കേണ്ട വാക്യമാണ്. കൊളോഷ്യൻസ് 1:13 അതിലിങ്ങനെയാണ് പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും. എന്റെ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഒരു കിങ്ഡമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്വത്തിലേക്ക്. അപ്പം അധികാരത്തിൽ നിന്ന് രാജ്യത്വത്തിലേക്ക്. അപ്പോൾ ഈ ഇരുട്ടിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കിങ്ഡം. അടുത്ത പോയിന്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. അധികാരം എന്ന് പറയുമ്പോൾ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഇതൊരു കിങ്ഡമാണ്. ഈ ഇവിടെ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, അതർവൈസ് അതോറിറ്റി ഓഫ് ഡാർക്ക്നെസ്, അതർവൈസ് പവർ ഓഫ് ഡാർക്ക്നെസ്. ഇവിടെ നിന്ന് മനുഷ്യൻ റിഡംഷൻ പ്രാപിച്ച്
സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്വത്തിലേക്ക് വരികയാണ്. ആകയാൽ അതോറിറ്റി ഓഫ് ഹെൽ, രണ്ട് അതോറിറ്റി ഓഫ് ഡാർക്ക്നെസ്. അതുകൊണ്ടാണ് കൊലോസ്യർ 1:13 പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, there is an authority of darkness, and everyone should be redeemed from the authority of darkness and should be in the kingdom of the Son Jesus Christ. യേശു കർത്താവിന്റെ രാജ്യത്തിനകത്ത് ഒരുവൻ ഉൾപ്പെടാത്ത കാലത്തോളം അവൻ ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, ഞാൻ പറഞ്ഞ ഭാഗം, ഒരുവൻ യേശു കർത്താവിന്റെ രാജ്യത്വത്തിലേക്ക് വരാത്തിടത്തോളം അവൻ ഇരുട്ടിന്റെ അധികാരത്തിലാണ്. ഇന്ന് രാത്രി യേശു കർത്താവിന്റെ രാജ്യത്വത്തിൽ നമ്മളെ ഭാഗഭാക്കാക്കി വെച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് കരമുയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിടുതൽ. ആമേൻ. ഇരുട്ടിന്റെ ഒന്ന്, ഞാൻ പാതാളത്തിന്റെ അധികാരം പറഞ്ഞു. രണ്ട്, ഇരുട്ടിന്റെ അധികാരം പറഞ്ഞു. മൂന്നാമത്തെ അധികാരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26:18, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അടുത്ത ഭാഗം തുടങ്ങി, ശ്രദ്ധിച്ചു വായിക്കണേ. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിക്കുവാൻ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിക്കുക. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ അധികാരം, ഡിമോണിക് അതോറിറ്റിയുടെ മൂന്നാമത്തെ തലം വളരെ ക്ലാരിറ്റിയോടെ, ക്ലിയർ കട്ടായി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്, സാത്താന്റെ അധികാരം. സാത്താന്റെ അധികാരം. നമ്മൾ പലപ്പോഴും പറയും സാത്താൻ അധികാരമൊന്നുമില്ല, സാത്താൻ അധികാരമൊന്നുമില്ലെന്ന് നമ്മളങ്ങ് പറഞ്ഞു പോകും. പക്ഷെ എന്റെ സഹോദരങ്ങളെ, ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു ഭാഗം ഞാൻ പറയാം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരിക മാത്രമല്ല നമ്മുടെ ദൗത്യം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് അവരെ ദൈവത്തിങ്കലേക്ക് തിരിപ്പാൻ നിന്നെ ഇപ്പോൾ അവരുടെ അടുക്കൽ അയക്കുന്നു. സോ we have a duty, we have an ordination to take someone, to redeem someone from the authority of Satan and to make them the followers of Christ. ക്രിസ്തുവിന്റെ അനുകാരികളാകത്തക്കവണ്ണം ചിലരെ സാത്താന്റെ അധികാരത്തിൽ നിന്ന് പുൾ ഔട്ട് ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇപ്പോൾ ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സോ സാത്താന്റെ അധികാരത്തിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പുറത്തു പോവുക എന്നുള്ളതല്ല ദൈവം എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. സാത്താന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതല്ല ദൈവം എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. പകരം സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ പിടിച്ചു വലിച്ചു പുറത്തെടുത്ത് ദൈവവുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും മേൽ കിടക്കുന്ന ദൗത്യം. ആമേൻ. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇതൊരു പ്രോമിസ് അല്ല, ഇതൊരു ഓപ്ഷൻ അല്ല, ഇതൊരു ചാൻസ് അല്ല, ഇതൊരു കമാൻഡാണ്. എന്റെയും നിങ്ങളുടെയും മേൽ കിടക്കുന്ന ഒരു കമാൻഡാണ്. ടു ഫ്രീ someone from the authority of Satan. സാത്താന്യ അധികാരത്തിൽ നിന്ന് ചിലരെ പുറത്തെടുക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും മുകളിൽ കിടക്കുന്ന കമാൻഡായിട്ടാണ് ഇവിടെ തിരുവെടുത്ത് പറയുന്നത്. ഒന്ന്, അതോറിറ്റി ഓഫ് ഹെൽ. രണ്ട്, അതോറിറ്റി ഓഫ് ഡാർക്ക്നെസ്. മൂന്ന്, അതോറിറ്റി ഓഫ് സൈറ്റൻ. നാലാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഈവിൾ അതോറിറ്റി, ഡിമോണിക് അതോറിറ്റി. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം
അതിന്റെ 2-ാം വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഈ ലോകത്തിന്റെ കാലഗതിയെയും, അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ആകാശത്തിലെ അധികാരത്തിനും, ആകാശത്തിലെ അധികാരത്തിനും. നമ്മൾ ഒത്തിരി വായിച്ചു പഠിക്കുന്ന ഭാഗമായ എഫെസ്യ ലേഖനം. എഫെസ്യ ലേഖനത്തിൽ അറിയാത്ത കുഞ്ഞുങ്ങളെ, നമ്മൾ കുഞ്ഞുനാളെ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഇപ്പൊ ഒന്നും അത്രയും പഠിപ്പിക്കത്തില്ല. എന്റെയൊക്കെ ഒരു കാലം വരെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ജൂനിയേഴ്സിന്റെ ഒക്കെ കാലം വരെ കുഞ്ഞുനാളിയെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്ന് എഫെസ്യ ലേഖനമാണ്. ഏതാ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക. ഈ എഫെസ്യ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോകുന്നു. ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ ആകാശത്തിന്റെ അധികാരത്തെ അനുസരിച്ചു പോകുന്നു. 3 കാര്യങ്ങളാണ് പറയുന്നത്. ലോകത്തിന്റെ കാലഗതി, ആകാശത്തിന്റെ അധികാരം, ആത്മാവ്. 3 ഭാഗങ്ങളെ പറയുകയാണ്. ആകാശത്തിലെ അധികാരം, ലോകത്തിന്റെ കാലഗതി, ദുരാത്മാവ്. അകത്തു കിടക്കുന്നത്, ചുറ്റുപാട് കിടക്കുന്നത്, ഉയരത്തിൽ കിടക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ഒരു അധികാരത്തെ കുറിച്ച് പറയുന്നു, ആകാശത്തിലെ അധികാരം. ലെറ്റ് മീ ആസ്ക് യു, വാട്ട് ഈസ് ദിസ് ഹെവൻലി അതോറിറ്റീസ്? എന്താണ് ഈ ആകാശത്തിലെ അധികാരം? ആകാശത്തിലെ അധികാരത്തെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കറിയാമോ? ആകാശത്തിലെ അധികാരത്തിൽ നടക്കുന്നവർ, ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മുടെയൊക്കെ വീട്ടിൽ പാല് തിളച്ചു തൂങ്ങിപ്പോയി. പ്രായമുള്ള അമ്മമാര് പറയും, ഗ്രഹപ്പഴയ്ക്ക് ഞാൻ ആ പാലും വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. ഗ്രഹപ്പഴയ്ക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഗ്രഹപ്പഴ എന്ന് പറയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഗ്രഹപ്പഴ എന്താണ്? എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. അതാ ഇന്നത്തെ പ്രശ്നം. എന്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അവളെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അതാ ഇന്നത്തെ പ്രശ്നം. കൃപയാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പറയുന്നില്ല ഗ്രഹപ്പഴ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈ ഗ്രഹപ്പഴ എന്ന്? ഗ്രഹം പിഴയ്ക്കുക, ഒരു മനുഷ്യന്റെ ഗ്രഹനില, ഒരു മനുഷ്യന്റെ രാശിചക്രം, അവന്റെ കാർത്തിക മകയിരം, അവന്റെ ഈ പറയുന്നതായിട്ടുള്ള ആകാശത്തിലെ അവന്റെ രാശിചക്രം പിഴയ്ക്കുന്നതിനാണ് ഗ്രഹപ്പഴ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഗ്രഹപ്പഴയുണ്ടോ? ദൈവമക്കൾക്കൊന്നും ഗ്രഹപ്പഴയില്ല കേട്ടോ. നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച കാലത്താണ് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നത്? ഗ്രഹപ്പഴ ഉണ്ടായിരുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനും എന്തില്ല? ഗ്രഹപ്പഴ ഇല്ല. എനിക്ക് ഗ്രഹപ്പഴ ഇല്ല എന്നൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ഗ്രഹപ്പഴ ഇല്ല. അപ്പോൾ ഈ ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും മോനെ 9 മണിക്ക് മുമ്പേ നീ അങ്ങ് പരീക്ഷയ്ക്ക് 9 മണിക്ക് രാഹുകാലം തുടങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ആകാശത്തിന്റെ അധികാരത്തിനെ അനുസരിച്ച് ജീവിക്കുക. അതിനൊരു അധികാരം. ഇപ്പം ഈ ആധുനിക ലോകത്ത് കാർത്തിക മകയിരം അത്തം ചിത്തിര ജ്യോതി അശ്വതി ഇതിനൊന്നും വലിയ വിലയില്ല. ഇന്ന് ആധുനിക ലോകത്ത് സോഡിയാക് സൈൻസ്, ടോറസ്, സ്കോർപിയോൺ, കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ ഇന്ന് ഒത്തിരി പേര് ഇന്ന് ചോദിക്കുന്ന, ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലേക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെൻഡർ ഏതാണ്, നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കോളം കാണും, യുവർ സോഡിയാക് സൈൻ. ഒരു മനുഷ്യന്റെ സോഡിയാക് സൈൻ വെച്ചാണ് ഇന്ന് അവന്റെ ബിഹേവിയറിനെ ലോകം, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡ് പോലും അവന്റെ സോഡിയാക് സൈൻ നോക്കും. ആ സോഡിയാക് സൈൻ വെച്ചാണ്. അപ്പൊ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിൽ നമ്മൾ പറയും, ഓ ഒന്നും ഇല്ല എന്ന് പറയും. നോ. യോബിന്റെ അടുക്കൽ ചോദിക്കുകയാണ്, നിനക്ക് കാർത്തികയുടെയും മകയിരത്തിന്റെയും ചങ്ങലയെ അതിന്റെ രാശിചക്രത്തെ നിനക്ക് ബന്ധിക്കാമോ? അതിനെ നിനക്ക് കഴിക്കാമോ? എന്റെ സഹോദരങ്ങളെ, there is an authority in heavens. ആകാശത്തിന്റെ അധികാരം, സോഡിയാക് സൈൻസ്. ഇതൊരു സാത്താന്യ അധികാരമാണ്. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഞാൻ മുൻപും നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോഴും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
പൗലോസ് പറയുന്നു, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന്. എന്താണ് ഈ മൂന്നാം സ്വർഗം? 3 heavens. The first heaven is atmospheric heaven, and the second heaven is starry heaven, and the third heaven is God's heaven. ഒന്നാമത്തേത് അറ്റ്മോസ്ഫിയറിക് ഹെവൻ. ഈ അറ്റ്മോസ്ഫിയറിക് ഹെവനിലാണ് മേഘങ്ങൾ പറക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് ഹെവനിലാണ് നമ്മൾ വിമാനത്തിൽ കയറി, ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് ഹെവനാണ് നീലാകാശമായി നമ്മൾ കാണുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ഈ നീലാകാശം നമ്മൾ മാറും, ഈ ലൈറ്റ് സ്കാറ്ററിങ് മാറും. എന്നിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ അടുത്ത ലെവലാണ്, സ്റ്റാറി ഹെവനാണ് കാണുന്നത്. നമ്മൾ ഫ്ലൈറ്റ് കയറിയാൽ അറ്റ്മോസ്ഫിയറിക് ഹെവൻ വരെ പോകും. പക്ഷെ നാസയും സ്പേസ് എക്സും ഒക്കെ വിടുന്ന റോക്കറ്റ് എവിടെ വരെ പോകും? സ്റ്റാറി ഹെവൻ വരെ പോകും. അവിടെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്. പക്ഷേ പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിക്കുന്ന ദൈവ പൈതൽ എവിടെ വരെ പോകും? ടു ദ തേർഡ് ഹെവൻ, ദൈവത്തിന്റെ സ്വർഗത്തോളം എടുക്കപ്പെടും. എന്റെ സമയം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിർത്തേണ്ട ഒരു ഭാഗം ഇതാണ്. സൈറ്റനിക് അതോറിറ്റിയിലെ ഒരു പ്രധാന ഭാഗമാണ് അതോറിറ്റി ഓഫ് സ്റ്റാർസ്. എന്റെ സഹോദരങ്ങളെ, എത്രമാത്രം അത് ലോകത്തെ സ്വാധീനപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള മനോരമയുടെ മാതൃഭൂമിയുടെ ഒരു കലണ്ടർ മേടിച്ചാൽ 12 മാസങ്ങൾ അവസാനിക്കുന്ന ഉടനെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് നക്ഷത്രഫലം എന്നുള്ളതായിരിക്കും. ലക്ഷങ്ങൾ മുടക്കി നക്ഷത്രഫലം എഴുതുകയാണ്. ഒരു വാരഫലം എല്ലാ ഞായറാഴ്ചയും എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള എല്ലാ പത്രങ്ങളിലും, ഇംഗ്ലീഷിലാണെങ്കിൽ സോഡിയാക് സൈൻസ്, മലയാളത്തിലാണെങ്കിൽ വാരഫലം, ഇത് കൊടുക്കുന്നുണ്ട്. കാരണം ലോകത്തിൽ നിന്നൊരു വലിയ സമൂഹം ഈ അധികാരത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. രാശിചക്രങ്ങളെ, നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ഈ ഇസ്രായേലിന്റെ ഇടയിൽ പോലും വിവിധമായ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അമാവാസിയും വാവും അവർ ആചരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, അമാവാസി, വാവ് തുടങ്ങിയുള്ള ദിവസങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ചതിക്കപ്പെടരുത്. അതിനകത്തൊരു അതോറിറ്റി ഉണ്ട്, ആകാശത്തിലെ അധികാരം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ രാത്രിയിൽ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നീണ്ട 14ഓളം ദിവസങ്ങൾ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതിരുന്ന് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, നക്ഷത്രങ്ങളെ കാണാതിരുന്ന മനുഷ്യന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കണം. നക്ഷത്രം കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, സൂര്യനെ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. കാരണം ഇവർ ഇങ്ങനെ ദിവസവും സൂര്യനെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്, നക്ഷത്രങ്ങളെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നാളുകളായി സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതിരിക്കുന്നത് കൊണ്ട് അവരുടെ ദൈവം അവരെ കൈവിട്ടുവെന്നും സൂര്യഭഗവാൻ അവരെ കൈവിട്ടുവെന്നും നക്ഷത്ര ദൈവങ്ങൾ അവരെ കൈവിട്ടുവെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ നടുവിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രങ്ങളാകുന്ന ദൈവങ്ങളെയോ സൂര്യഭഗവാനെയോ നിങ്ങൾ കാണുന്നില്ല. പക്ഷെ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം കഴിഞ്ഞ രാത്രി തന്റെ ദൂതനെ അയച്ച് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ആകാശത്തിലെ അധികാരത്തിന് കീഴിലല്ല ജീവിക്കുന്നത്. സൂര്യനെ കാണാതിരുന്നാലും നക്ഷത്രങ്ങളെ കാണാതിരുന്നാലും പൗലോസെ, നിന്നോട് വാഗ്ദത്തം ചെയ്തത് ഞാനാണ്. നീ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്സാണ്ട്രിയ കപ്പൽ തകർന്നു പോയാലും ഈ കപ്പലിന്റെ ഈ കപ്പൽ കഷണം കഷണമായി ഉടഞ്ഞാലും ആ കഷണങ്ങളിൽ ഒന്നിൽ പിടിച്ച്, ആ പലകയിൽ ഒന്നിൽ പിടിച്ച് നീ നീന്തിക്കരയേറി മാൾട്ടയിൽ കടന്നു ചെന്നായാലും അവിടെ നിന്ന് കാത്തു കിടക്കുന്ന ഒരു അശ്വനി ചിഹ്നമുള്ള കപ്പലിൽ നീ റോമായിൽ കയറി വന്ന് ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ കൈസറുടെ മുമ്പാകെ നിന്ന് ക്രൂശിൽ മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നീ പ്രസംഗിക്കും പൗലോസേ. You are not living according to the authority of stars in the heaven. നീ ആകാശത്തിന്റെ അധികാരങ്ങൾക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് അനുസരിച്ചല്ല ജീവിക്കുന്നത്. എന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സഹോദരി ജീവിതത്തിന്റെ കഷ്ടതയ്ക്കകത്ത് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അച്ചായ എന്റെ നാള് ചതയമാ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചതഞ്ഞേ തീരത്തുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയസ്സ് 40ഓളമായി, ഞാൻ ഇതുവരെയും കര തൊട്ടിട്ടില്ല. എന്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചതഞ്ഞേ തീരത്തുള്ളൂവെന്ന്. പക്ഷെ എന്റെ സഹോദരങ്ങളെ, നിരന്തരമായി ഉപവസിക്കുവാൻ തുടങ്ങി, രാത്രിയാമങ്ങളിൽ നിലമ്പാട് വീണ് കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ശക്തമായി അന്യഭാഷകളിൽ പോരാടുവാൻ തുടങ്ങി. ചതയം മാറി, ചതവ് മാറി, നക്ഷത്രങ്ങൾ മാറി, ഗ്രഹനിലകൾ മാറി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഒരിക്കലും ആ ഒരു ഭാഗത്തെ വിട്, നിങ്ങൾ അതിനകത്തല്ല. ഞാൻ ഇതാ, ദൈവം എനിക്കൊരു അധികാരം നൽകി,
ഞാൻ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിലുള്ളവനല്ല. ദൈവമകനാകുവാൻ, ദൈവമകളാകുവാൻ എനിക്കൊരു അധികാരം ലഭിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു ഒറ്റ ചോദ്യമിട്ട് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, അതോ ദൈവമക്കൾ എന്ന അധികാരത്തിന് കീഴിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിലാണോ ജീവിക്കുന്നത്, ദൈവമക്കൾ എന്ന അധികാരത്തിന് കീഴിലാണോ ജീവിക്കുന്നത്? ചുമ്മാതെ ഒരു തമാശിനു പോലും, ഒരു രസത്തിനു പോലും, ഒരു നേരം പോക്കിന് പോലും സോഡിയാക് സൈനുകളിൽ നോക്കരുത്. അത് ലൈഫിനെ സ്പോയിൽ ചെയ്യും. It will bind you under the authority of stars, authority of heavens. അല്ല, നിങ്ങൾ ആകാശത്തിലെ അധികാരത്തിന് കീഴിലല്ല ഇരുത്തപ്പെട്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആകാശത്തിന്റെ അധികാരത്തിന് കീഴിൽ, സ്വർഗത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞിട്ട് എഫെസ്യ ലേഖനം 2-ാം അധ്യായം താഴോട്ട് പോകുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ നിങ്ങളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പാപിയായ മനുഷ്യൻ സ്വർഗീയ അല്ലെങ്കിൽ സ്റ്റാറി ഹെവന്റെ അധികാരത്തിന് കീഴിലിരിക്കുകയാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ ഗോഡ്സ് ഹെവന്റെ അതോറിറ്റിക്കകത്ത് കയറുകയാണ്. അതോറിറ്റീസ് എന്ന ഭാഗത്തിന്റെ ഒരു ആമുഖ ഭാഗം, ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ ബിഗിനിങ് പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. അടുത്ത ആഴ്ച രാത്രിയിൽ ധ്യാനിപ്പാനിരിക്കുമ്പോൾ ഈ ഭാഗങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ഭാഗത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ ഇല്ലാതായി പോകും. ഈ രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. അധികാരങ്ങളിൽ ശ്രേഷ്ഠ അധികാരമായ ദൈവിക അധികാരത്തിന് നമ്മളെ ഒതുക്കി കൊടുക്കാം. ആ അധികാരത്തിന്റെ മനോഹാരിത ആസ്വദിക്കാം. സന്തോഷിക്കുന്നത് പോലും നമ്മളിൽ വ്യാപരിക്കുന്ന അധികാരമാണ്. നമ്മുടെ ഓർഗനിൽ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപകരണങ്ങളിൽ പോലും, നമ്മുടെ പേനയിൽ പോലും ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുമെന്ന് വിശ്വസിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശ്രേഷ്ഠ ദൈവത്തിനും കുടുംബത്തിനും എല്ലാവർക്കും നന്ദിയും സ്നേഹവും. ഗോഡ് ബ്ലെസ് യു.